ടി.ആർ. അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, ആം ആദ്മിയെ സംബന്ധിച്ച് ക്യാപ്റ്റൻ കെജ്രിവാൾ, വൈസ് ക്യാപ്റ്റൻ സിസോദിയ തോറ്റു. അത് വലിയ തോൽവി, അതായത് നെടുന്തൂൺ ഇളകുന്ന രീതിയിൽ ആ പാർട്ടിയെ മാറ്റിയിരിക്കുന്നു. ആ തോൽവി അതിശി മാത്രമാണ് ഒരു ആശ്വാസമാകുന്നത്. ഇനി എങ്ങനെ പോകും എന്നാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന തോൽവിയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എന്തൊക്കെ കാരണങ്ങളാണ് ആം ആദ്മി കണ്ടെത്തിയിരിക്കുന്നത്? എന്തായാലും പരാജയം ആം ആദ്മി പാർട്ടി അംഗീകരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കുന്നത് ഈ ജനവിധി താൻ അംഗീകരിക്കുകയാണ്. വിജയിച്ച BJPക്ക് അഭിനന്ദനങ്ങൾ നൽകുന്നു. ഇതുകൂടാതെ തന്നെ തങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് തന്നെ അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കുകയാണ്. അതേസമയം ഡൽഹി മുഖ്യമന്ത്രിയെ അതിശി വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ BJPക്കെതിരെയുള്ള യുദ്ധം തുടരുവാനുള്ള സമയമാണ്, അല്ലെങ്കിൽ ഇതിൽ തളർന്നിരിക്കേണ്ട ഒരു സമയമല്ലെന്നാണ് ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അതിശി വ്യക്തമാക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ ആം ആദ്മി ഓഫീസിന് മുന്നിലാണ്. ഇവിടുത്തെ ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ആം ആദ്മി പാർട്ടി ഇന്ന് രാവിലെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എത്തിയത്. ഇവിടെ ഇപ്പോൾ ഈ കാണുന്നിടത്ത് ഒരു വലിയ സ്റ്റേജൊക്കെ രാവിലെ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ പൂർണ്ണമായും പൊളിച്ചു നീരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. പൂർണ്ണമായും വലിയ ആത്മവിശ്വാസത്തിൽ ഒരുപക്ഷെ 55 സീറ്റുകൾ നേടി ഡൽഹിയിൽ വിജയിക്കാമെന്നായിരുന്നു ആം ആദ്മി പാർട്ടി ഒരു വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. അതിൻ്റെ ഒരു പ്രകടനം തന്നെയായിരുന്നു. രാവിലെ വലിയ സ്റ്റേജുകൾ ഉയർത്തുകയും കൂടുതൽ പ്രവർത്തകർ ഡൽഹിയിലേക്ക് എത്തുകയെല്ലാം ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായും ഒരു മൂകതയാണ് ഈ ആം ആദ്മി പാർട്ടി ഓഫീസിൽ. എന്തായാലും പാർട്ടിക്ക് ഇനി വലിയൊരു തിരിച്ചുവരവ് സാധ്യമാകേണ്ട ഒരു സാഹചര്യമുണ്ട്. പാർട്ടി വലിയ രീതിയിലൊരു പരിശ്രമം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ മാത്രമായിരിക്കും പാർട്ടിക്ക് ഒരു തിരിച്ചുവരവിന് ഇനി സാധിക്കും. കാരണം അരവിന്ദ് കെജ്രിവാൾ അവരുടെ അടിത്തറ പോലെ ഇളക്കുന്ന രീതിയിലായിരുന്നു BJP ഇവിടെ ഒരു വിജയം സ്വന്തമാക്കിയത്. വലിയ പരാജയം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നു. അവരൊരിക്കലും ഇത്തരം ഒരു പരാജയം പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരുപക്ഷെ പരാജയപ്പെടുമെങ്കിലും അധികാര തുടർച്ച 40-45 സീറ്റുകൾ നേടി അധികാരം പിടിക്കാമെന്ന് തന്നെയായിരുന്നു ആം ആദ്മി പാർട്ടി ഒരു പ്രതീക്ഷ വച്ചിരുന്നത്. അത് അരവിന്ദ് കെജ്രിവാൾ അന്ന് തിഹാർ ജയിലിൽ നിന്ന് വന്ന് മുഖ്യമന്ത്രി സ്ഥാനം അരവിന്ദ് കെജ്രിവാൾ രാജി പ്രഖ്യാപിക്കുമ്പോഴും അത് ആം ആദ്മി പാർട്ടി പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അതിന് പ്രധാനമായും നിരവധി കാരണങ്ങളാണ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മറ്റുള്ളവർ വിലയിരുത്തുന്നത്. അത് അഴിമതി ആരോപണം പ്രധാനപ്പെട്ട ഒരു ആരോപണം തന്നെയാണ്. ഡൽഹി മദ്യനയ അഴിമതി, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ആഡംബര വസതിയായി മാറ്റിയെന്നുള്ള ആരോപണം കൃത്യമായി BJP ഇത്തവണ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കി മാറ്റിയിരുന്നു. ഇതുകൂടാതെ തന്നെ ഡൽഹിയിലെ ജനങ്ങൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. വായു മലിനീകരണം, കുടിവെള്ള ക്ഷാമം, അതുപോലെ തന്നെ ഡൽഹിയിലെ യമുന നദി മലിനീകരണം ആയി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇതെല്ലാം കൃത്യമായി പ്രചാരണ ആയുധമാക്കി BJP മാറ്റിയിരുന്നു. ഇതുകൂടാതെ തന്നെ പൂർവാഞ്ചൽ വിഭാഗക്കാർ, അതുപോലെ തന്നെ വിഭാഗം അടക്കമുള്ളവർ ആം ആദ്മി പാർട്ടിക്കൊപ്പം ഇത്തവണ നിന്നില്ല എന്നത് പറയുന്ന പ്രധാനപ്പെട്ട കാരണമാണ്. കാരണം 67% ഡൽഹിയിൽ മധ്യവർഗ വിഭാഗമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായ ബജറ്റ് പ്രഖ്യാപനം അത് മധ്യവർഗത്തിനെ BJPക്കൊപ്പം നിൽക്കുന്നതിന് നിർണായകമായ ഒരു കാരണമായി മാറിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള തിരിച്ചടി ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നു. ഇനി പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പരിശ്രമം തിരിച്ചു കയറി വരാനുള്ള പരിശ്രമം ഉണ്ടാകേണ്ട ഒരു സാഹചര്യമുണ്ട്. വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. എന്തായാലും ചർച്ചകൾ ഒരു കോണിൽ ആരംഭിച്ചു കഴിഞ്ഞു. അരവിന്ദ് കെജ്രിവാളിനെ ഇതിനോടൊപ്പം തന്നെ പാർട്ടിയിലെ നേതാക്കൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അതിശി, അതുപോലെ തന്നെ മനീഷ് സിസോദിയ അടക്കമുള്ള നേതാക്കൾ അരവിന്ദ് കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തി വരും ദിവസങ്ങളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള കൂടുതൽ തീരുമാനങ്ങളായിരിക്കും ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവുക.